ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ മറക്കി അവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ സാമ്പ്രാണിക്കൊടി പോകുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് രാവിലെ നടക്കുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ എത്തിയത് മൺട്രോ ഐലൻഡിലാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് പേരൊക്കെ നമ്മൾ ബോട്ടിങ്ങിനായിട്ട് വിളിക്കും. ഞങ്ങൾ ഒരാളെ സെലക്ട് ചെയ്ത് അപ്പോൾ അങ്ങനെ വെള്ളത്തിലിരുന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അവിടെ അഷ്ടമുടി കായലിലെ കല്ലടയാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ സമൂഹമാണ് മൺട്രോ തുരുത്തെന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി നമ്മൾ വെള്ളത്തിലൂടെ യാത്ര ചെയ്തപ്പോഴത്തേക്കും തെങ്ങുകളൊക്കെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ നമ്മൾ എൻജോയ് ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. കൂടാതെ തന്നെ 8 പാലങ്ങളുണ്ട്. ഈ 8 പാലങ്ങൾ എത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ബെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അത് വളരെ ഒരു കോമഡി ആയിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. ഗൈഡ് പറയുന്നുണ്ട് പാലം കഴിയുന്നവരെയും നിങ്ങൾ എണീക്കല്ലേ എന്നുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുന്ന ഭാഗത്ത് തന്നെ വീടുകൾ കാണാനിടയായിട്ടുണ്ട്. വീടുകളെന്ന് വെച്ചാൽ അടുത്ത് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെയാണ് മഴയൊക്കെ പെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, നിങ്ങളെങ്ങനെയാണ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് കടക്കുന്നത്. അപ്പം അങ്ങനെ ചോദിക്കുന്നതിനൊക്കെ ഉത്തരങ്ങളായിട്ട് ഗൈഡ് പറഞ്ഞു. കുറേ കാര്യങ്ങൾ ഗൈഡിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ വന്ന വഴിയിൽ കണ്ട വേറൊരു കാഴ്ചയാണ് ഇത്. ചെമ്മീൻ കെട്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ചെമ്മീനാണ് മെയിനായിട്ട് അവർ വളർത്തുന്നത്. ആ ചെമ്മീനെയാണ് ഇത് വിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു ഇതൊക്കെ കാണാൻ സാധിച്ചതിൽ. പിന്നെ വരുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റും. ഒരു പന്തൽ പോലെയൊക്കെ നമ്മൾ സിനിമയിലെ കണ്ട ഒരു കാര്യം കാണാൻ പറ്റി. അതുപോലെ ഇത് മുളയിൽ ബണ്ടൊക്കെ അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നോട്ടേക്ക് യാത്ര ചെയ്തതിനനുസരിച്ച് കണ്ടൽ കാടുകൾ കാണാൻ പറ്റി. അവസാനം കുറച്ച് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് ഞങ്ങളോട് അതിലേക്ക് കയറാം എന്ന് ഗൈഡ് പറയുന്നുണ്ട്. പക്ഷെ നമുക്കാദ്യം ഒരു പേടി, വീഴുമോ, കമ്പങ്ങളൊടിഞ്ഞ് വീഴുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മളോട് വന്ന ആൻറ്റി ഒരു പേടിയും ഇല്ലാതെ പെട്ടെന്ന് കയറി എത്രത്തോളം മണ്ടേ എത്താൻ പറ്റും അത്രത്തോളം മണ്ടയിൽ പെട്ടെന്ന് കയറി ഇറങ്ങി. അത് കണ്ടപ്പോൾ നമുക്ക് വളരെ സന്തോഷം. പിന്നെ നമ്മളെ കാട്ടി ആൻറ്റി കയറിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളും അതനുസരിച്ച് അവിടെ കയറി അവിടെ ഇരുന്നുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ കയറുന്ന സമയത്ത് തന്നെ തൊട്ടപ്പുറത്തായിട്ട് കുറേ ആൾക്കാർ വന്ന് ഇതേപോലെ കയറുന്നുണ്ടായിരുന്നു, മരത്തിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ മുന്നോട്ടേക്ക് പോയി. ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് ഫുൾ വെള്ളത്തിൽ നടുക്ക് നമ്മൾ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. നല്ല രസമായിരുന്നു ആ സമയത്ത്. പിന്നെ മുന്നോട്ട് പോയപ്പോൾ ഒരു കരിക്കൊക്കെ വെള്ളത്തിൻ്റെ നടുക്കിരുന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കരിക്കൊക്കെ മേടിച്ച് കുടിച്ച ശേഷം നമ്മൾ വീണ്ടും യാത്ര തിരിച്ച് മൺട്രോ തുരുത്തിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം അവിടെ നിന്ന് സാമ്പ്രാണിക്കൊടി പോകാൻ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഗൈഡ് പറഞ്ഞു ഇങ്ങനെ ജങ്കാറുണ്ട്, അപ്പോൾ അതുവഴി നിങ്ങൾ അപ്പുറത്ത് കടക്കുകയാണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പം ജങ്കാർ വഴി കയറി നമ്മൾ അപ്പുറത്ത് ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത്. അപ്പോൾ അതിനുശേഷം അവിടെ നിന്നൊരു ബോട്ട് കയറി നമ്മൾ അപ്പുറത്തേക്ക് സാമ്പ്രാണിക്കൊടി ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആക്ച്വലി നമ്മൾ വിചാരിച്ച് തിരക്കൊന്നും കാണൂല എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. കേരളത്തിലുള്ളവരല്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ നിന്നിരുന്നത്. അവിടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ വെള്ളത്തിൽ കളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നോട്ടേക്ക് നമ്മൾ നടന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു. അപ്പോഴത്തേക്ക് അവിടെ കടകൾ വെള്ളത്തിൽ തന്നെ നിന്ന് വിൽക്കുന്നുണ്ടായിരുന്നു. മാങ്ങയും പൈനാപ്പിൾ, അങ്ങനെ അതിൽ നിന്ന് മാങ്ങയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ വീണ്ടും നമ്മൾ ആ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ നമ്മൾ 1 മണിക്കൂർ അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പം നമ്മൾ ബോട്ടിൽ വന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. പിന്നെ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചായയൊക്കെ കുടിച്ച ശേഷം
വീട്ടിലേക്ക് മടങ്ങാനായിട്ട് നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ഇറങ്ങി. അങ്ങനെ എന്നെ വെഞ്ഞാറമൂടാക്കിയതിന് ശേഷം ഞാൻ ബസ്സിൽ കയറി നല്ല സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. വളരെ നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു എന്ന് പറയാം. നമ്മൾ ഒരുപാട് ചെയ്തു, എക്സ്പ്ലോർ ചെയ്തെന്നാണ് ഇപ്പം കണ്ടില്ലാത്ത സ്ഥലവും എല്ലാം നമ്മൾ കാണാൻ ഇടയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.